ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റുകൾ എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം അത് ഞാൻ വാക്കുകൾ കൊണ്ട് ഞാൻ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ആവില്ല. കാരണം അത് നിങ്ങൾക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് എനിക്ക് നിങ്ങളെ തന്നെ എനിക്ക് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വന്ന ഒരു 2-3 കമൻറ്റുകൾ മാത്രമേ ഞാൻ നോട്ട് ചെയ്യുന്നുള്ളൂ. ആ കമൻറ്റുകൾക്കാണ് ഞാൻ തിരിച്ച് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മിഥുൻ 3895 എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എവിടുന്നോ നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയാൽ മാത്രമാണോ എനിക്ക് വീഡിയോ ഇടാൻ പാടുള്ളൂ? നിങ്ങളൊക്കെ തെറ്റിദ്ധാരണയിൽ കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളൂ. നമ്മൾ കണ്ടറിഞ്ഞ കാര്യം, നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളും, എനിക്കിപ്പോൾ അനുഭവങ്ങൾ മാത്രം ഇടുന്ന ഒരു ചാനലല്ലല്ലോ എൻ്റെ. ഞാനിപ്പോൾ കണ്ടറിഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളുമാണ് നമ്മൾ ഇടുന്നത്. അല്ലാതെ എനിക്ക് സംഭവിച്ചതായിട്ടൊരു കാര്യമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങളിങ്ങനെ എന്താ പറയുക, എഴുതാപ്പുറം നിങ്ങൾ എഴുതിയത് വായിക്കല്ലേ. പിന്നെ എന്താ ഫവാസ് പാച്ചു എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിലും അത് വിശദീകരിച്ച് പറയൂ, ഞങ്ങൾ കൂടി അറിയട്ടെ, നാളെ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ അത് ഞങ്ങളെ സഹായിക്കുമല്ലോ എന്ന്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും നാളെ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാനത് ഓപ്പണായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇത് ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം ഞാൻ പൊതുവായിട്ട് പറഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ഒരു എന്താ പറയുക, എനിക്കെന്തോ സഹായം ചോദിച്ചാൽ ആരുടെ അടുത്തോ പണി കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വേറൊരു രീതിയിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ ഞാനത് എനിക്ക് ഓപ്പണായി പറയാൻ എനിക്കൊരു പേടിയില്ല, ഞാനത് പറയുകയും ചെയ്യും. പിന്നെ ഇന്നലെ ആ വീഡിയോ ഇട്ടപ്പോഴേക്കും പിന്നെ നിങ്ങൾ ഇതിനെയൊക്കെ വേറൊരു രീതിയിൽ കൂടി കണ്ടിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ അടുത്തൊരു കമൻറ്റ് വന്നതാണേ, അനീഷ് അങ്കമാലി എന്ന് പറഞ്ഞിട്ടൊരാൾ, ആരെങ്കിലും സഹായം ചെയ്തത് പണിയായി വന്നിരുന്നോ കുഞ്ഞാറ്റേന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരേ രീതിയിലെങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരെങ്കിലും സഹായം ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിടും, എനിക്കിങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറയും. ഇത് പൊതുവായിട്ടുള്ള കാര്യം ഞാൻ പൊതുവായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് എനിക്കെന്തോ സംഭവിച്ചിട്ട് ഞാൻ പറയാം. പലരും ഇപ്പം അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എന്തൊരു വീഡിയോ ഇട്ടാലും എനിക്കത് അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നാണ് വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾക്കൊരു ഉപദേശം തരാൻ പറ്റില്ലേ? അത് എനിക്കിപ്പോൾ ഒരാളോടൊരു കാര്യം പറയാൻ പറ്റില്ല. ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് പറയണമെന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോട് ഓരോ കാര്യം പറയും, നിങ്ങളുടെ അനുഭവത്തിൻ്റെ പുറത്ത് മാത്രമായിട്ടാണ് നിങ്ങൾ പറയുന്നത്, അല്ലാതെ അനുഭവങ്ങളൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ ഒരാളോടൊരു കാര്യം പറയത്തില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ? നിങ്ങളെയൊക്കെ ചിന്താഗതി എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയചെയ്ത് എഴുതാപ്പുറം വായിക്കാതിരിക്കുക. എനിക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാനത് ഓപ്പണായിട്ട് പറയാം എൻ്റെ അനുഭവമാണെന്നുള്ള കാര്യം. പിന്നെ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലപ്പുറമുള്ള കമൻറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. എഴുതാപ്പുറം എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതാപ്പുറം നീ കണ്ടോ, നീ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗൈസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല.